വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ. ഒരു ചെറിയൊരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഒരു സ്റ്റഡി ടേബിൾ ആണ്. അപ്പോൾ സ്റ്റഡി ടേബിളിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ. ഇത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടുള്ള കാരണം ഞാൻ എൻ്റെ മോളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടും യൂട്യൂബ് ചിലപ്പോൾ ഇത് കിഡ്സ് വീഡിയോ ആയിട്ട് കണക്കാക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള വീഡിയോസിന്റെ കമന്റ് സെക്ഷൻ ഓഫ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഓഫായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. ചില വീഡിയോസിനൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇൻ കേസ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ തന്നെ എല്ലാ ഡൗട്ട്സും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിൾ. സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഒരു മൾട്ടി പർപ്പസ് ടേബിൾ എന്നാണ് പറയേണ്ടത്. കാരണം ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്കിതുകൊണ്ട്. ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് മെയിനായിട്ടും സ്റ്റഡി ടേബിൾ ആക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ എനിക്ക് യൂട്യൂബിന് വീഡിയോസ് എടുക്കാനും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ടേബിളും ചെയറും കൂടി വരുന്ന മോഡലില്ലേ, അതുപോലത്തെ അല്ല കേട്ടോ. നമ്മൾ നിലത്തിരുന്നിട്ടാണ് ഇതിൽ എഴുതേണ്ടതും അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനാണെങ്കിലും നിലത്തിരുന്നിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ടേബിൾ മാത്രമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കാണുമ്പോൾ ഒരു പെട്ടി പോലെ ഉണ്ടല്ലേ. അപ്പം ഞാനിത് എങ്ങനെയാണ് ഇത് തുറക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇതേപോലെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. ആ റെഡ് കളറിലുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് പതുക്കെ ഒന്ന് തുറന്ന് വയ്ക്കുക. അപ്പോൾ കറക്റ്റ് നമുക്കൊരു ടേബിൾ പോലെ കിട്ടുന്നതാണ്. ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും ടൂർ പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ടാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. നമുക്കിതിങ്ങനെ അടച്ചു വയ്ക്കാനും ആവശ്യം വരുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് എടുക്കാനും പറ്റും. ഒരുപാട് സ്പേസ് സേവിങ് ആണ്. ഇപ്പോൾ വീടുകളിലായാലും സ്പേസ് കുറവുള്ള ഒരുപാട് പേരുണ്ട്. അതായത് ഇപ്പോൾ ടേബിളും ചെയറും കൂടി വാങ്ങുമ്പോൾ അത്യാവശ്യം കുറച്ച് സ്പേസ് വേണം. അതും കുട്ടികളെ പഠിക്കാനിരിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നല്ലൊരു സ്പേസിലായിരിക്കണമല്ലോ, നല്ലൊരു സ്ഥലത്തായിരിക്കണം നമ്മൾ ഇടേണ്ടത്. അങ്ങനെ സ്പേസിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്കായാലും ആ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. കറക്റ്റ് നല്ലൊരു സ്പേസിൽ സ്റ്റഡി ടേബിൾ വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് എവിടെയാണോ ഇരുന്ന് പഠിക്കേണ്ടത് അവിടെ ആവശ്യം വരുന്ന സമയത്ത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക, പഠിക്കുക. കഴിയുമ്പോൾ സാധനം എവിടെയാണ് എടുത്ത് വെക്കേണ്ടത് അവിടെ എടുത്ത് വെക്കുക. ഒരു കുറച്ച് സ്ഥലം മതി ഇതെടുത്ത് വെക്കാനായിട്ട്, അവിടെ ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ചെയറിലിരുന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ ചെയറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു മോഡൽ അല്ലാട്ട് വരുന്നത്. നമ്മൾ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വേറെ എന്ത് വർക്കായാലും നിലത്തിരുന്നിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഭക്ഷണം കഴിക്കാൻ യൂസ് ചെയ്യാം, പഠിക്കാൻ യൂസ് ചെയ്യാം. ഇപ്പോൾ യൂട്യൂബേഴ്സിനൊക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ എന്നെ പോലെയുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് കുമ്പിട്ടിരുന്ന് ചെയ്യണേക്കാളും നല്ലത് ഇതേപോലത്തെ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ കിച്ചണിലെ വർക്കോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വളരെ യൂസ്ഫുൾ ആണ്. മൾട്ടിപർപ്പസ് ടേബിളാണ്. ഇനി നിലത്തിരുന്ന് പഠിക്കാൻ അല്ലെങ്കിൽ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കേട്ടോ. പക്ഷേ എനിക്കതാണ് ഇഷ്ടം. ഇവിടെയാണെങ്കിലും ഞങ്ങൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കുന്നതൊക്കെ നിലത്തിരുന്നിട്ട് തന്നെയാണ്. പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കുമ്പിട്ടുണ്ടല്ലോ. ഈ ഒരു ടേബിളുള്ള കാരണം ആ ഒരു ടേബിൾ ചെയർ പൊസിഷനിൽ തന്നെയാണ് ഇത് വരുന്നത്. കറക്റ്റ് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് എഴുതുമ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ മോൾക്കായാലും കറക്റ്റ് വലിപ്പമൊക്കെ നല്ല ഭാഗമാണ് കേട്ടോ. ഒരുവിധം ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ഇനിയിപ്പോൾ മുതിർന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ഞാനാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കറക്റ്റ് ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇതേപോലെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം ഉയർന്ന ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സ്പേസ് കുറവുള്ളവരും പെട്ടെന്ന് ഒരു സ്റ്റഡി ടേബിളൊക്കെ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൽ വെയിറ്റ് മാക്സിമം 50 kg വെയിറ്റ് ആണ്. അതായത് ഒറ്റ സ്ഥലത്തല്ല, ഈ പരന്നിട്ട് ഈ ടേബിളിൽ മൊത്തമായിട്ട് 50 kg വെയിറ്റ് താങ്ങുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ പെട്ടെന്ന് നാശാവും കേട്ടോ. അതായത് ഒരു സ്ഥലത്ത് 50 kg വെയിറ്റ് അല്ല, ഇതിൽ മൊത്തം പരന്നിട്ട് 50 kg വെയിറ്റ് താങ്ങുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വാങ്ങിയ ഡീറ്റെയിൽസും പ്രൈസും ഒക്കെ പറയാം. ഞങ്ങളിത് വാങ്ങിയത് തൃശ്ശൂർ ഡെക്കാത്തലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഡെക്കാത്തലോൺ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എല്ലാവിടെയും ഉള്ള ഷോപ്പാണ്. അപ്പോൾ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ അവിടെ പോയി നോക്കാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1300 ആണ്. 1300 രൂപയ്ക്ക് കുഴപ്പമില്ലാതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയധികം കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് കാലം എന്തായാലും യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇനി ഓൺലൈനൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ ഓൺലൈനിലൊന്നും സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ വാങ്ങിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം.
അപ്പോൾ സ്പേസ് കുറവുള്ള സ്റ്റഡി ടേബിളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. കുറച്ച് ട്രൈഡ് പിക്ചേഴ്സും കൂടി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ദിവസം ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.